നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അഫ്ഗാനിസ്ഥാൻ മലനിരകളിൽ തകർന്നു വീണത് എയർ ആംബുലൻസ് എന്ന് റഷ്യ. ദസോ ഫൽക്കൺ 10 എന്ന ചാർട്ടേഡ് വിമാനത്തിൽ 10 യാത്രക്കാർ എന്നാണ് ഇപ്പോൾ റഷ്യ പറയുന്നത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, റഷ്യ എന്താണ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? ഉന്മേഷ്, റഷ്യയിലെ ഈ വ്യോമഗതാഗത ഏജൻസിയായ റോസ് ഏവിയേഷൻ ഇക്കാര്യത്തിൽ നൽകുന്ന സ്ഥിരീകരണം എന്നുള്ളത് തകർന്നു വീണത് മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ വിമാനം തന്നെയാണ്. ഈ ദസോ കമ്പനിയുടെ ഫാൽക്കൺ 10 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ്. അതൊരു കോർപ്പറേറ്റ് ജെറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു എയർ ആംബുലൻസ് ആയി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് റഷ്യൻ മാധ്യമമായ റഷ്യയുടെ ഔദ്യോഗിക മാധ്യമമായ റഷ്യൻ TV റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിമാനം ഇന്ത്യയിൽ നിന്ന് തന്നെ സർവീസ് നടത്തുകയായിരുന്നു എന്നാണ് റഷ്യ TVയുടെ സ്ഥിരീകരണം എന്നുള്ളത്. ഇന്ത്യയിലെ ഗയയിൽ നിന്നും റഷ്യയിലെ മോസ്കോയിലേക്ക് സർവീസ് നടത്തുകയായിരുന്നു ഈ ചെറു വിമാനമെന്നും ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ട് വഴിയായിരുന്നു ഈ സർവീസ് നടത്തിയിരുന്നത് എന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. വിമാനത്തിൽ 6 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്ത്യൻ വിമാന കമ്പനിയല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയ വിമാനമല്ല അപകടത്തിൽപ്പെട്ടത് എന്ന് വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ DGCAയും വ്യോമയാന മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അഫ്ഗാൻ അധികൃതർ ഈ അപകടം നടന്ന പ്രദേശത്ത് മലനിരകളിൽ തെരച്ചിൽ നടത്താനായി സംഘത്തെ അയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടും റഷ്യൻ മാധ്യമം പുറത്തുവിടുന്നുണ്ട്. ഇത് മോസ്കോയിലേക്ക് സർവീസ് ആയിരുന്ന വിമാനമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ ഗയയിൽ നിന്നാണ് ഈ വിമാനം യാത്ര പുറപ്പെട്ടത് എന്നുമാണ് റഷ്യ TV നൽകുന്ന റിപ്പോർട്ട്. ശരി ബൽറാം.